സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗവും 2-ാം അധ്യായം 41 മുതൽ 53 വരെയുള്ള സുവിശേഷ ഭാഗവുമാണ്. ഈ രണ്ട് ഭാഗങ്ങളുടെ പ്രതിപാദന വിഷയം ഇതാണ്. ഒന്നാമത്തെ ഭാഗത്ത് 3 കാര്യങ്ങൾ ലൂക്കാ സുവിശേഷകൻ ഒന്നിച്ച് അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തത് ഈശോയുടെ പരിച്ഛേദനമാണ്, രണ്ടാമത്തത് അവിടുത്തെ നാമകരണം, മൂന്നാമത്തത് ദേവാലയ സമർപ്പണമാണ്. അതിനുശേഷം 2-ാം ഭാഗം 41 മുതലുള്ള തിരുവചന ഭാഗത്ത് ബാലനായ യേശു ദേവാലയത്തിൽ ഉപാധ്യായന്മാരുമായിട്ട് അല്ലെങ്കിൽ ജ്ഞാനികളുമായിട്ട് വേദശാസ്ത്രികളുമായി തർക്കിക്കുന്ന കാര്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. പിന്നീട് അവിടുന്ന് ദേവാലയത്തിൽ തന്നെ ഉപാധ്യായന്മാരുടെ ഇടയിൽ നിന്ന് തർക്കിക്കുന്നതാണ് രണ്ടാമത്തെ ഭാഗത്ത്. അവിടുത്തെ കാണാതാവുമ്പോൾ ദേവാലയത്തിൽ മാതാപിതാക്കന്മാർ അവിടുത്തെ കണ്ടെത്തുകയാണ്. അതാണ് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള പ്രധാനമായ ബന്ധം എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ധ്യാനങ്ങളിലൊക്കെ കണ്ടതുപോലെ പറയുന്നത് 8-ാം ദിവസം പരിച്ഛേദനം നടത്തിയെന്നാണ്. അത് യഹൂദരുടെ പ്രധാനപ്പെട്ട നിയമമായിരുന്നു. ആൺകുട്ടികൾ ആയാൽ 8-ാം ദിവസം പരിച്ഛേദനം, നാമകരണവും അപ്പോൾ നടക്കുന്നു. അതിനുശേഷം മാതാവിൻ്റെ ശുദ്ധീകരണ കാലം പൂർത്തിയാകുമ്പോൾ ദേവാലയത്തിൽ കുഞ്ഞിനെ സമർപ്പിക്കുന്നു. അങ്ങനെ തികച്ചും ദരിദ്രോചിതമായ രീതിയിൽ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. അവിടെ ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമർപ്പിക്കണം എന്ന കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞതനുസരിച്ച് അവരങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ലൂക്കാ സുവിശേഷകൻ ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. ആ തിരുവചന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ആണ്ടുതോറും അവർ പെസഹ തിരുനാളിന് പോയിരുന്നു. അവർ നിയമമനുഷ്ഠിക്കുന്ന, ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ്, അവരങ്ങനെ പോയതുകൊണ്ടാണ് ഈശോയെ കാണാതായിട്ട് ദേവാലയത്തിൽ കണ്ടെത്തുന്നത്. ഈ ഭാഗം നമ്മളോട് പറയുന്നത് ഇതാണ്: ദേവാലയത്തിലോട് ചേർന്ന് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ പതിവായി ദേവാലയത്തിൽ പോകുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. അപ്പോഴാണ് അവരെ നമ്മൾ ദേവാലയത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാവിനോ അല്ലെങ്കിൽ 13 വയസ്സ് തികയാത്ത ആൺകുട്ടിക്കോ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, പെസഹ തിരുനാളിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ യൗസേപ്പിതാവും മാതാവും ബാലനായ ഈശോയും ഒരുമിച്ച് ദേവാലയത്തിൽ പോവുകയാണ്. അത് പതിവായിരുന്നു എന്നാണ് പറയുന്നത്. ആണ്ടുതോറും അവർ പോയിരുന്നു എന്നാണ്. അവരങ്ങനെ പോകുമ്പോൾ ചെറു സംഘങ്ങളായിട്ടാണ് പോകുന്നത്. പോയിട്ട് ഈ സംഘങ്ങളെല്ലാം അത് ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഒക്കെ സംഘങ്ങളാണ്. എന്നിട്ട് അവർ വിശ്രമ സങ്കേതങ്ങളിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഈശോയെ കാണാതായിട്ട് ഒരു ദിവസത്തെ യാത്ര അവർ നടത്തുന്നത്, ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ കൂടെ കാണുമെന്ന് പറഞ്ഞ്. പക്ഷേ വിശ്രമ സങ്കേതത്തിലെത്തുമ്പോൾ കണ്ടെത്താനാകുന്നില്ല. അതുകൊണ്ട് അവരന്വേഷിച്ച് പോവുകയാണ്. തിരുനാളിന് ശേഷം മടങ്ങി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അന്വേഷിച്ചിട്ട് പോയിട്ട് 3-ാം ദിവസമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അവരെവിടെയെല്ലാം അന്വേഷിച്ച് നോക്കും. ഒരു ദിവസത്തെ യാത്രയെ അവർ നടന്നിരുന്നുള്ളൂ, പക്ഷേ 3-ാം ദിവസമാണ് കണ്ടെത്തുന്നത്. ആ 3-ാം ദിവസത്തിന് ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ് അത് ഉദ്ദേശിക്കുന്ന ഒത്തിരി ദൈവശാസ്ത്ര പ്രത്യേകത. പക്ഷെ അതിലുപരി ഈ മാതാപിതാക്കളുടെ ആകുലതയുടെ ചിത്രം കൂടെ അത് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ ഭാഗം ചൂണ്ടിക്കാട്ടി ഒരിക്കൽ മദർ തെരേസയോട് ചോദിച്ചപ്പോൾ മദർ തെരേസ പറഞ്ഞതാണ്: ഉത്കണ്ഠയോടെ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് അന്വേഷിക്കുന്നവരാകണമെന്നാണ്. അങ്ങനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നസ്രാണി പാരമ്പര്യം അനുസരിച്ച്, ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച്
മാതാപിതാക്കൾ മക്കളെ ഉത്കണ്ഠയോടുകൂടി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു. അവരങ്ങനെ ആത്മീയ ജീവിതത്തിൽ വളരുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ദേവാലയത്തിൽ പോയിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂദാശകൾ സ്വീകരിച്ചിരുന്നു. കുമ്പസാരത്തിന് പോയിരുന്നു. കുഞ്ഞുങ്ങൾ കുമ്പസാരിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തിയിരുന്നു. ഒരുമിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര നടത്തിയിരുന്നു. ഒരുമിച്ച് സെമിത്തേരികളിൽ പോയി പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. അതെല്ലാം കുടുംബം ഒരുമിച്ചാണ്. അതെല്ലാം മക്കളോട് ഒന്നുചേർന്നാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വഴിതെറ്റിപ്പോകാത്ത കുട്ടികളുണ്ടായിരുന്നു. ആത്മീയതയെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറുമ്പോൾ ഒരുപാട് വഴിതെറ്റുന്ന കുട്ടികളെ നമ്മൾ കാണുകയാണ്. അവസാനം ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത് ലൂക്കാസ് സുവിശേഷകൻ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് രണ്ട് സംഭവങ്ങൾ ഓർക്കുകയാണ്. ഒന്നാമത്തെ സംഭവം ഇതാണ്. ഒരു ഹോസ്റ്റലിൽ നിന്ന് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി. എന്നും പള്ളിയിൽ വരുന്ന പെൺകുട്ടിയായിരുന്നു. പക്ഷേ പരീക്ഷയിൽ എവിടെയോ മാർക്ക് കുറഞ്ഞതിൻ്റെ ഉത്കണ്ഠയിൽ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആകുലതയോടെ ഒരു ഹോസ്റ്റൽ വാർഡനോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഹോസ്റ്റൽ വാർഡനും അന്വേഷിച്ചിട്ട് കാണുന്നില്ല. പോലീസിൽ പരാതിപ്പെട്ടു. എല്ലാവരും കൂടെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, നമുക്ക് പള്ളിയിൽ എവിടെയെങ്കിലും കാണുമോ എന്ന് അന്വേഷിച്ചാലോ. അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശമനുസരിച്ച് സമീപപ്രദേശത്തുള്ള തീർത്ഥാടന ദേവാലയത്തിൽ അന്വേഷിക്കുമ്പോൾ അവിടെ ഇതാ പെൺകുട്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പതിവായി പള്ളിയിൽ പോകുന്ന കുട്ടികൾ ജീവിതത്തിൻ്റെ ഏത് ദുസ്സഹാവസ്ഥയിൽ പോലും ഒരു പരിധിയിലപ്പുറത്തേക്ക് പോവില്ല. അവർ ദേവാലയത്തിൽ തന്നെ അഭയം തേടും. പ്രാർത്ഥനയുടെ സങ്കേതങ്ങളിൽ അവർ മുട്ടുകുത്തും എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു സംഭവം ഓർക്കുന്ന ഇതാണ്. അന്യമതസ്ഥനായ ഒരു കുട്ടിയാണ്. ഒരു ദിവസം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു കാഴ്ച കാണുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് വേദപാഠ അധ്യാപകൻ നിൽക്കുന്നതാണ്. രാത്രിയിൽ എന്തോ കാര്യത്തിന് ആ വേദപാഠ അധ്യാപകൻ വന്നതായിരുന്നു. അപ്പോൾ അപരിചിതമായ രീതിയിൽ ഒരു കുട്ടി സ്പോർട്സിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ നിൽക്കുന്നത് കാണുന്നു. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. പക്ഷേ ആ കുട്ടിയെ നിരീക്ഷിച്ച അധ്യാപന മനസ്സിലായി, അവൻ ക്രൈസ്തവനല്ല, ഹൈന്ദവ വിശ്വാസം. അവൻ്റെ കയ്യിൽ ചരടുണ്ട്. ചോദിച്ചു, നീ എങ്ങനെയാണ് കുമ്പസാരിക്കുന്നത്? നീ ഒരു ഹിന്ദു ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അതെ, പക്ഷേ എനിക്ക് കുമ്പസാരിക്കണം. അവസാനം അന്വേഷിച്ച് വരുമ്പോഴാണ് അമ്മയോട് പിണങ്ങി രാത്രിയിൽ അവൻ ഇറങ്ങിപ്പോന്നതാണ്. ഇപ്പോൾ അകലെ നിന്നാണ് അവൻ വരുന്നത്. എങ്ങനെ ഈ പള്ളിയിലെത്തി എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, അവൻ മത്സരത്തിന്, സ്പോർട്സുകാരനാണ് അവൻ. മത്സരത്തിന് വന്ന സമയങ്ങളിലൊക്കെ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിരുന്നു. അവസാനം അവൻ്റെ സ്വന്തം അമ്മയോട് അവൻ പിണങ്ങി കലഹിച്ചു വരുമ്പോൾ ആ ചെറുപ്പമുള്ള മനസ്സിന് തോന്നിയത് മറ്റൊരമ്മയുടെ അടുത്ത്, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാമെന്നാണ്. അവന് വേറെ എങ്ങോട്ടും പോകാനായിട്ട് തോന്നിയില്ല. അവൻ സ്പോർട്സിന് വന്ന് പരിശീലിച്ചിരുന്ന സ്റ്റേഡിയത്തിനടുത്തുള്ള തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് രാത്രി 9 മണിക്ക് വന്നിരിക്കുകയാണ്. അവസാനം എല്ലാവരും കൂടെ ഒരുമിച്ച്, വൈദികരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് സ്നേഹപൂർവ്വം അവനോട് പെരുമാറി അതിനുവേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത്. അവനൊന്നും കഴിച്ചിരുന്നില്ല. അവൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഏങ്ങലടിച്ച് കരയുകയാണ്. അമ്മയും എല്ലാവരും കൂടെ കൂടി അല്പം താമസിച്ച് അകലെ നിന്ന് വരണമല്ലോ. താമസിച്ചെത്തുമ്പോൾ ഈ കുട്ടി കരയുകയാണ്. അമ്മയോട് മാപ്പൊഴിച്ച് സ്നേഹബദ്ധമായ ഹൃദയത്തോടുകൂടി ബന്ധുക്കളും എല്ലാം തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗികമായിട്ടുള്ള പാഠം അത് തന്നെയാണ്. പതിവായി പള്ളിയിൽ പോകുന്ന, ആത്മീയതയിൽ വളരുന്ന മാതാപിതാക്കളുടെ, ആത്മീയതയും മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം എന്തെല്ലാം വഴിതെറ്റിപ്പോയാലും അവസാന ആത്മീയതയുടെ സങ്കേതങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു വരും. നമുക്കിന്ന് നഷ്ടമാകുന്ന നമ്മുടെ ശീലങ്ങൾ അതാണ്. കുട്ടികളുടെ
സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയും ആത്മീയതയിൽ അവർ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് പലതരത്തിലുള്ള വഴിതെറ്റലുകൾ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം നമുക്ക് കൂടുതൽ ധ്യാന വിഷയമാകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.